ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ക്ലാസി സാസ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ PR കിട്ടിയ വീഡിയോ ഇട്ട് എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇടുകയും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാനഡയിൽ തന്നെ ചെറിയൊരു ടൗണിൽ താമസിക്കുന്നതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് പറയാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? Let's go. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താമസിക്കുന്നത് ഒരു കുഞ്ഞ് ടൗണിലാണ്. ടൗണിൻ്റെ പേര് ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്നാണ്. അത് BC ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിൽ വരുന്ന ഒരു കുഞ്ഞ് ടൗൺഷിപ്പാണ് ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്ന് പറയുന്നത്. ഞാൻ കാനഡയിൽ വന്നിട്ട് 4 years ഇപ്പം കംപ്ലീറ്റ് ആയി. അതിലൊരു 6 months ഞാൻ നിന്നത് ഒണ്ടാരിയോയിൽ ടൊറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 3.5 വർഷം ഞാൻ നിന്നത് ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ടൗണിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് ഈ ഫോർട്ട് സെയിൻറ്റ് ജോണിനെ കുറിച്ചായിരിക്കും. കാരണം ടൊറൻറ്റോയിൽ അങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും അത്ര ഫെമിലിയർ അല്ല, അവിടുത്തെ കാര്യങ്ങൾ പറയാനും ഒരുപാട് അറിയില്ല. പക്ഷേ ഫോർട്ട് സെയിൻറ്റ് ജോൺ പോലൊരു ചെറിയ ടൗണിൽ ഇത്രയും വർഷം എന്ന് വെച്ചാൽ 3.5 വർഷം സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ ദോഷങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഫോർട്ട് സെയിൻറ്റ് ജോണിലെ പോപ്പുലേഷൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു 24,000 അങ്ങനെ എന്തോ കാണിക്കുന്നത് ഗൂഗിളിൽ നോക്കുമ്പോൾ. അപ്പോൾ അത്രയും കുറവ് പോപ്പുലേഷനുള്ള ഒരു കുഞ്ഞ് ടൗണാണ് ഈ ഫോർട്ട് സെയിൻറ്റ് ജോൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇങ്ങനൊരു ചെറിയ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങളാണുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ വേറെ ഉള്ള സിറ്റിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴോ എല്ലാം ഭയങ്കര കുറവാണ് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിൽ. ഏറ്റവും ആദ്യം വരുന്ന സാധനം റെൻ്റാണല്ലോ. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ വളരെ കുറവാണ്. അപ്പം ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോൾ താമസിച്ച ഒരു 1 bedroom അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. $750 ആയിരുന്നു ആ ടൈമിൽ റെൻറ്റ്. പിന്നെ ഇപ്പം 2 bedroomലോട്ട് മാറിയപ്പം കുറച്ചുകൂടെ കൂടി. എങ്കിലും ഒരു നോർമൽ റേഞ്ചിൽ ഒരു 1000-നും 1200-നും ഇടയിൽ ഒരു 2 bedroom അപ്പാർട്ട്മെൻറ്റ് സുഖമായിട്ട് നമുക്ക് കിട്ടും ഇവിടെ ഫോർട്ട് സെയിൻറ്റ് ജോണിൽ. പിന്നെ ഓരോ സൗകര്യങ്ങൾ കൂടുമ്പം അതിനനുസരിച്ച് റെൻറ്റും കൂടും. അപ്പോൾ എന്നാലൊരു നോർമൽ റേഞ്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1000 ആ ഒരു റേഞ്ചിലൂടെ 2 bedroom അപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം നല്ല ലാവിഷായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റെൻറ്റാണ്. എല്ലാ വർഷവും റെൻറ്റ് എന്തായാലും കുറച്ച് വെച്ച് കൂടുമെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെൻറ്റേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര റെൻറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഇൻഷുറൻസ് ആണെങ്കിലും ബാക്കിയുള്ള സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര കുറവാണ്. അതിപ്പോൾ ഓരോ കാറിനെയും നമ്മുടെ ലൈസൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെങ്കിലും അപ്പം അവിടെയും നമുക്ക് കുറച്ച് സേവ് ചെയ്യാം. പിന്നെ ഈ സ്ഥലം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. നമുക്കങ്ങനെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നല്ല ശാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് താമസിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. അത്യാവശ്യം മലയാളീസ് ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു നാട്ടിൻപുറം പോലെ, എന്താ പറയണ്ടേ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പം നാട്ടിൽ പോയി. അപ്പം ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും, അവരെ നാട്ടിൽ പോയി അറിഞ്ഞായിരുന്നോ. കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്താലും അടുത്ത ആൾ അറിയും, അവരടുത്ത ആളോട് പറയും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ ആരുടെയും പേരൻസൊക്കെ ഇവിടെ വന്നു എന്നറിഞ്ഞാൽ നമ്മൾ ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും ഒരാൾ അറിഞ്ഞാൽ മതി, ഈ ഫോർട്ട് സെയിൻറ്റ് ജോൺ മൊത്തം അറിയും ഇന്നയാളുടെ അമ്മ വന്നിട്ടുണ്ട്, ഇന്നയാളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. പിന്നെ ഈ സ്ഥലം PR ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ നേരത്തെ ആയിരുന്നു. അതായത് ഞാനിവിടെ വന്ന സമയത്ത് ഇത് നല്ല PR ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്കിവിടെ BC-PNB ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഭയങ്കര സ്കോറൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇപ്പം ഞാൻ PR ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നില്ല. പക്ഷേ അപ്പം റീസെൻ്റ്ലി RCIP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്ത് വേ കൂടെയും കുറേ പേര് PR കിട്ടാൻ വേണ്ടി ഈ സ്ഥലത്തോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം അങ്ങനെ അത്രയും PR ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം അല്ല. ഈ സ്ഥലം ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിൽ വരുന്നതാണെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് കൊളംബിയ അല്ല, വേറെ ഏതോ ഒരു പ്രൊവിൻസാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഭയങ്കര ഒരു നോർത്തേൺ ഏരിയ ആണ്. ഇവിടെ ഫുള്ള് മല, കുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ. അതുപോലെ തന്നെ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് കാനഡയിലോട്ട് വരുന്നത് തന്നെ കാശുണ്ടാക്കാനും സെറ്റിലാകാനും ഒക്കെ അല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണിത്. നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വലിയ എക്സ്പെൻസ് വന്നില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് സെറ്റിലാകാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്.
പിന്നെ ഈ സ്ഥലത്ത് വീട് വാങ്ങിക്കാൻ കുറച്ചുകൂടെ അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ മോസ്റ്റ് ഓഫ് ദ മലയാളീസിനും സ്വന്തമായിട്ട് വീടുണ്ട്. അപ്പം നമുക്ക് അറിയുന്നവരോടൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വീടിൻ്റെ വില എന്ന് പറഞ്ഞാലും നമ്മൾ അടയ്ക്കേണ്ട മോർഗേജ്, നമ്മൾ മന്ത്ലി അടയ്ക്കേണ്ട മോർഗേജ് ആണെങ്കിലും അങ്ങനെ വലിയ എമൗണ്ടിൽ ഇപ്പം ഞാനിപ്പോൾ ഈ അടയ്ക്കുന്ന റെൻറ്റിന് തന്നെ നമുക്ക് മോർഗേജ് അടച്ചു പോകാം. അപ്പോൾ ആ ഒരു എമൗണ്ടേ വരുന്നുള്ളൂ. വീട് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാതെ വീട് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണിത്. അപ്പോൾ എനിക്ക് ഫോർട്ട് സെൻറ് ജോണിനെ കുറിച്ച് അറിയുന്ന ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് വന്നതുകൊണ്ട് എന്താ അവരൊക്കെ പറയുന്നത് ഫോർട്ട് സെൻറ് ജോൺ ഈസ് ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ഫാമിലിയായിട്ട് താമസിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു ചെറിയ സ്ഥലമാണെങ്കിലും നമുക്കിവിടെ എയർപോർട്ടുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, അങ്ങനെ ബേസിക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ചെറുതാണെങ്കിലും ഇങ്ങനെ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെന്താ ഒരുപാട് ബഹളങ്ങളും വലിയ സിറ്റി റഷൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ BCയിലെ തന്നെ കുറേ ടൗൺഷിപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ എത്രാമത്തെയോ വലിയ ടൗൺ എന്തോ ആണ് ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്നാണ് പറയുന്നത്. ഈ ഫോർട്ട് സെയിൻറ്റ് ജോണിൻ്റെ ഏറ്റവും വലിയ എക്കണോമി എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനത്തെ ഒരു മേഖലയാണ്. ആ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം നല്ല പോലെ പൈസ ഉണ്ടാക്കാം, നല്ല ഫ്ലെക്സിബിൾ ജോബും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോർട്ട് സെയിൻറ്റ് ജോണിനെ കുറിച്ച് നല്ലത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫോർട്ട് സെയിൻറ്റ് ജോണിൻ്റെ കുറ്റങ്ങൾ എന്താണ് ഓരോന്നോരോന്നായിട്ട് പറയാം. അതാണ് എനിക്ക് പറയാൻ കൂടുതലായിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മലയാളീസ് ആണല്ലോ. അപ്പം നമുക്ക് മലയാളീസിന് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് വേറൊരു സ്ഥലത്ത് വന്നാൽ നമുക്ക് എന്താ നല്ല മലയാളി ഫുഡ് കഴിക്കാനും നല്ല നല്ല മലയാളി സാധനങ്ങൾ കിട്ടാനാണല്ലോ. നമ്മളിപ്പോൾ ഈ ലോകത്ത് എവിടെ പോയാലും നമ്മൾ 2-3 ദിവസമൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഓക്കെ ആവും. പക്ഷേ 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ആ മലയാളി അല്ലെ കേരള ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സും അല്ലെ ആ മലയാളി സാധനങ്ങൾ കിട്ടാനുള്ള ഒരു ക്രേവിങ്സ് ഭയങ്കരമായിട്ട് നമുക്ക് കൂടത്തില്ലേ. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു മലയാളി സ്റ്റോറോ മലയാളി റെസ്റ്റോറൻറ്റോ ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പം പിന്നെ ഒരു ചെറിയ മലയാളി ഷോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഇപ്പോൾ ഒരു നല്ല ബിരിയാണി കഴിക്കണം, നല്ല മസാല ദോശ കഴിക്കണം, നല്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻസ് ഹിയർ. അങ്ങനെ ആയിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പം മാറ്റമുണ്ട്. ഈ 3.5 വർഷത്തിനുള്ളിൽ പുതിയ 1-2 കടകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിപ്പം പെട്ടെന്ന് ഒരു ചട്ടിച്ചോറ് കഴിക്കണം അല്ലെങ്കിൽ നല്ലൊരു മീൽസ് കഴിക്കണം, നോ ഓപ്ഷൻസ്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യം ഈ സ്ഥലത്ത് ജീവിക്കുമ്പോൾ. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി മൂവീസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം നമുക്ക് കാണാൻ ഓപ്ഷൻ ഇല്ല. കാണാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് അടുത്ത സിറ്റിയിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം. അതും ഒരു ഏകദേശം 70 കിലോമീറ്റർ എന്തോ ട്രാവൽ ചെയ്ത് പോയാൽ, അത് എല്ലാ സിനിമയൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ എമ്പുരാൻ അങ്ങനെയൊക്കെ ഇറങ്ങുന്ന സിനിമ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, ഒറ്റ ഒരു ഷോയെ കാണത്തുള്ളൂ. അങ്ങനെ ഷിഫ്റ്റൊക്കെ കളഞ്ഞു പോകുന്നവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ അല്ല. അപ്പം അത്രയും സിനിമ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകാറുണ്ട്. ഞങ്ങളും പോയിട്ടുണ്ട് 1-2 സിനിമയൊക്കെ കാണാൻ. കാരണം നമ്മൾ അവിടം വരെ ട്രാവൽ ചെയ്ത് പോകണം, നമ്മുടെ ടൈമും പോവുക. അപ്പം അത് ഒരു എക്സ്പെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പിന്നെ നമുക്ക് അത്രയും ആഗ്രഹം വരുമ്പോൾ നമ്മൾ പോയി കാണാറുണ്ട്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ അത്ര ഈസി അല്ല. നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഓക്കെ അല്ലേ. ഈ ഫോർട്ട് സെയിൻറ്റ് ജോണിൽ ഞാൻ ആകെ 2 ബസ്സേ കണ്ടിട്ടുള്ളൂ. അതിലൊരാളില്ലാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ഞാനൊക്കെ ആണെങ്കിലും ഒരു പ്രാവശ്യം എന്തോ ബസ്സിൽ കയറിയിട്ടുള്ളൂ അങ്ങനെ. കാരണം ബസ് നോക്കിയൊരു സ്ഥലത്ത് പോകാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാനും എല്ലാത്തിനും ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ഇവിടെ. ഞാനിപ്പോൾ ടൊറൻറ്റോയിലൊക്കെ 6 മാസം നിന്നപ്പോഴാണെങ്കിലും നമ്മൾ 1, 2, 3 ബസ് കയറി ജോലിക്ക് പോകും. എന്നാലും പെട്ടെന്ന് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ബസ് കിട്ടും. അല്ലാതെ നമുക്ക് ഇന്ന സമയം നോക്കിയിരുന്ന് അങ്ങനെ പോകണ്ട. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. നമുക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അതിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോവാം. പക്ഷെ ബസ് നോക്കി നിന്ന് ആ ബസ് ചെന്നിറങ്ങുന്ന സ്ഥലം നമുക്ക് വേണ്ട സ്ഥലമായിരിക്കത്തില്ല. അപ്പോൾ ആ ബസ്, അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഞാനിവിടെ ഇതാ പറയുന്നത്. കാരണം ഒരു ഫാമിലിയിൽ വൈഫിനും ഹസ്ബൻഡിനും കാറുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടന്നു പോകത്തുള്ളൂ. അത്രയ്ക്കും നമുക്ക് കാറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഗൈസ്. ഇവിടെ കാനഡയാണെന്ന് പറഞ്ഞാലും എന്താ പറയണ്ടേ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുടെ ഒരു ബർത്ത്ഡേ വന്നു, നമുക്ക് പോയി ഇഷ്ടമുള്ളൊരു സാധനം ഷോപ്പ് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം.
എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മാളുകളൊക്കെ ഇങ്ങനെ നടക്കാനും അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ വലിയ മാളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കുഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് 2-3 ഷോപ്പുണ്ട്. അല്ലാതെ നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അടുത്ത സിറ്റിയിൽ പോയി ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന്. കാരണം നമ്മളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാൻ എന്തെങ്കിലും ഇവിടെ വേണ്ടേ. നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണെങ്കിലും അങ്ങനെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമ്മളൊക്കെ കൂടുതലും ഓൺലൈൻ ഷോപ്പ് ചെയ്താണ് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നത്. അടുത്ത മാസമാണ് ബർത്ത്ഡേ എങ്കിലും നമ്മളൊരു മാസം മുന്നേ അത് സാധനമൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വെക്കും. കാരണം അല്ലെങ്കിൽ ടൈമിൽ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ ഷോപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഗേൾസ്, ഷോപ്പഹോളിക്കായിട്ടുള്ള ഗേൾസിന് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഒന്നുമില്ല ഇവിടെ. ഒരു ഇപ്പോൾ ഈവൻ സെഫോറ പോലും നമുക്കിവിടെ ഇല്ല. എനിക്ക് സെഫോറയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും അടുത്ത സിറ്റിയിൽ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ നോക്കി വെച്ചിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിക്കുന്നത്. കാരണം നമുക്കിവിടെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്താലും നല്ലപോലെ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ മേടിക്കാനങ്ങ് മടിയാവും. ഗേൾസിനാണെങ്കിലും അങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻസ് ഇവിടെ ഇല്ല. ആകെ ഒരു വിന്നേഴ്സ് ഉണ്ട്, പിന്നെ ഒരു അർഡീനുണ്ട്, അങ്ങനെ 2-3 കടയുണ്ട്. പക്ഷെ അപ്പോൾ ഡ്രസ്സൊന്നും മാത്രമല്ല, ഇപ്പോൾ അല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരു ഡയറക്റ്റ് ഒരു ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോയി ഒരു ഐഫോൺ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ പലതും ഇവിടെ ഇല്ല. പലതും എന്നല്ല, ഒന്നും ഇല്ല ഇവിടെ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഒന്നോർത്താൽ അത്രയും പൈസ നമ്മുടെ കയ്യിലിരിക്കും, പക്ഷെ അത് മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫ്, എല്ലാ കാര്യങ്ങളും വേണം. പിന്നെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ്. കാരണം ഇപ്പം നമ്മളൊരു വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് പോയിരുന്ന് അങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റിയ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. വീട്ടിൽ ഇരിക്കുക, സിനിമ കാണുക, വീണ്ടും ജോലിക്ക് പോയി, ഇത് തന്നെ നടക്കുന്നില്ല. നമുക്കിവിടെ ഒരു എൻജോയ്മെൻ്റ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ചെറിയ എയർപോർട്ട് ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് നാട്ടിലോട്ട് പോകാൻ വെരി എക്സ്പെൻസീവ്. കാരണം നമ്മൾ ആദ്യം ഈ സ്ഥലത്തു നിന്ന് അടുത്ത ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തണം. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഫോർട്ട് സെൻറ്റ് ജോണിൽ നിന്ന് വാൻകൂവറോ അല്ലെങ്കിൽ കാൽഗറിയോ അല്ലെങ്കിൽ എഡ്മണ്ടണോ ഒക്കെ എത്തിയാലേ നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് ഈ സ്ഥലത്തോട്ട് പോകാൻ. അപ്പം എനിക്ക് തോന്നിയേക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കാരണം നമ്മൾ എപ്പോഴും നാട്ടിൽ പോകുന്നില്ല എങ്കിൽ പോലും നാട്ടിലോട്ട് പോകാൻ ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പം എനിക്ക് തോന്നി അതൊരു വലിയ പ്രശ്നമാണെന്ന് തോന്നി. അത് ഫാമിലി ഇപ്പോൾ 2 പിള്ളേർ 3 പിള്ളേരൊക്കെ ഉള്ളവർക്ക് നാട്ടിലോട്ട് പോകാൻ ലോൺ എടുക്കേണ്ട അവസ്ഥ. അത്രയ്ക്കും പൈസ വേണം ഇവിടെ നിന്ന് പോകണമെങ്കിൽ. അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ഭയങ്കര സ്നോഫോളാണ്. അതായത് ഞാൻ ഫസ്റ്റ് വന്ന വർഷത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് -45 to 50 ഡിഗ്രി വരെ പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷമൊന്നും അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയും എക്സ്ട്രീം വിൻ്റർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഫോർട്ട് സെൻറ്റ് ജോൺ. കാനഡയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീസൺ ആണല്ലോ ഫോൾ സീസൺ. അപ്പം നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സീസൺ ആണല്ലോ അത്. അപ്പം ആ സീസൺ ഈ സ്ഥലത്തില്ല. അതായത് നമ്മുടെ സമ്മർ കഴിഞ്ഞു. സമ്മർ കഴിയുമ്പം ജസ്റ്റ് ഈ ട്രീസൊക്കെ ഒരു യെല്ലോ കളറിൽ നമുക്ക് 1-2 ആഴ്ച ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം തന്നെ പൊഴിഞ്ഞു പോയി, വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു മാർച്ച് ഏപ്രിൽ വരെ ഇവിടെ തണുപ്പും സ്നോയും ഒക്കെ കാണും. പിന്നെ ഒരു ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമുക്കൊരു ഫോൾ എൻജോയ് ചെയ്യാനോ അങ്ങനെ ഒരു സീസൺ ഇല്ല ഇവിടെ. ഇപ്പോൾ ഫോളിൽ പുറത്തിറങ്ങിയാലും ഭയങ്കര തണുപ്പും മഞ്ഞില്ലെങ്കിലും നമുക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെതർ അല്ല ഇവിടെ. ഒരു വർഷം എടുക്കുകയാണെങ്കിൽ അതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് വിൻ്റർ ആയിരിക്കും, തണുപ്പും വിൻ്ററും ആയിരിക്കും. ഒരു 2-3 മാസമായിരിക്കും നമുക്ക് നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. നമ്മുടെ ഒരു നല്ല ദിവസങ്ങളല്ല ഈ വിൻ്റർ കാരണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അതൊരു വലിയ ഡ്രോബാക്കാണ് ഈ സ്ഥലത്തിൻ്റെ. അപ്പം ഈ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ വിൻ്ററിൽ ഇത്ര നാളിവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വേറൊരു സ്ഥലത്ത് താമസിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ തന്നെ പഠിക്കാൻ വന്നു, ഇവിടെ തന്നെ ആദ്യം തൊട്ട് നിൽക്കുന്നവർക്ക് അത് ഓക്കെ ആയിരിക്കും. പക്ഷേ ടൊറൻറ്റോയിലൊന്നും ഇത്രയും ഒരു മഞ്ഞൊന്നും ഇല്ല. ആകെ 1-2 ആഴ്ച അവിടെ ഭയങ്കര തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, 2-3 മാസം നല്ല രീതിക്ക് വിൻ്റർ നമ്മളെ കഷ്ടപ്പെടുത്തും. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കാണ് ഈ സ്ഥലത്തിൻ്റെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല നല്ല ജോബ്സ്, നല്ല നല്ല കമ്പനീസിലൊക്കെ നമുക്ക് ജോലി കിട്ടാനൊക്കെ നല്ല പാടാണ്. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ആമസോൺ പോലത്തെ വെയർ ഹൗസ് ഒന്നും ഇവിടെ ഇല്ല. ആമസോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ പേർക്ക് അതിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ വേറൊരു സിറ്റിയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ വേണമെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ മേടിച്ച് പോവാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ആമസോൺ, ഇൻ്റൽകോം അങ്ങനത്തെ ഒന്നിൻ്റെ ഇവിടെ വെയർ ഹൗസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ജോബ്സൊക്കെ കിട്ടാനും കുറച്ച് പാടാണ്. അതായത് ഹെൽത്ത് ഫീൽഡിൽ ഇവിടെ എല്ലാവർക്കും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാത്ത ഫീൽഡിലൊക്കെ ജോബ് കിട്ടാൻ ഇവിടെ അത്യാവശ്യം നല്ല പാടാണ്, ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പം അതും ഒരു പ്രശ്നമാണ്. കാരണം ഹെൽത്ത് ഫീൽഡിലുള്ളവർക്ക് മാത്രം പോരല്ലോ ജോലി. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്കും എല്ലാവർക്കും ജോലി കിട്ടണമല്ലോ. അതും കുറച്ച് നല്ല പാടുമാണ്, കിട്ടാനുള്ള ഓപ്ഷൻസും വളരെ കുറവാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്.
പിന്നെ ഈ സ്ഥലത്തിന് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ലൈഫില്ലെന്നേ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഒന്നാമത് നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക. നമുക്കൊരു വീക്കെൻഡ് കിട്ടിയാലോ എന്ത് കിട്ടിയാലോ നമുക്കൊന്നും ഇല്ല ചെയ്യാനിവിടെ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഒരു സിറ്റി ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള അങ്ങനെയല്ല, എന്നാൽ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ സ്ഥലത്ത് വന്നത് എനിക്ക് PR കിട്ടാനായതുകൊണ്ട് ആ ടൈമിൽ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും എന്നെ അത്രയും ബോദർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ PR കിട്ടുക എന്നുള്ളൊരു കടമ്പയായിരുന്നു. അതിപ്പം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പൊക്കൂടാ. കാരണം ഇതൊരു ശരിക്കും ഒരു പട്ടിക്കാടാണ്. അപ്പം ഞാൻ കേട്ടിട്ടുള്ളത് മലയാളീസ് ആണെങ്കിലും കുറേ നാളൊക്കെ ഇവിടെ നിന്നിട്ട് ഇവിടെ മടുത്തിട്ട് വേറൊരു ടൗണിലോട്ടോ സിറ്റിയിലോട്ടോ ഒക്കെ മൂവ് ചെയ്താലും അവരൊരു 1 ഇയറിനുള്ളിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ഇതൊരു ലൂപ്പാണ്. കാരണം ഇവിടെ അത്രയും എക്സ്പെൻസ് കുറവായതുകൊണ്ട് ആൾക്കാർക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീട് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ഫിനാൻഷ്യൽ സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു സിറ്റിയിൽ പോയി നിന്നാൽ അവർക്കത് ഓക്കെ ആവുന്നില്ലെന്നാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു ട്രാപ്പിനകത്ത് കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം വാൻകൂവർ പോകണമെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ ഒരു 14 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. പിന്നുള്ള അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എഡ്മണ്ടൺ ആണ്. എഡ്മണ്ടൺ പോകണമെങ്കിലും 7-8 മണിക്കൂർ എന്തോ ഡ്രൈവ് ഉണ്ട്. പിന്നെ ഉള്ളത് കാൽഗറി, അങ്ങോട്ട് പോകണമെങ്കിലും 10 മണിക്കൂർ എന്തോ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ എങ്ങോട്ട് നമ്മൾ പോകണമെങ്കിലും ഇത്രയും മണിക്കൂർ ആദ്യം ട്രാവൽ ചെയ്ത് ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ശരിക്കും ഒരു ട്രാപ്പായിട്ട് എനിക്ക് തോന്നി. ഇപ്പം നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയെങ്കിലും അത് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും പോകണ്ട. കാരണം അപ്പോൾ ഡ്രൈവ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഇഷ്ടമുള്ളവർ കാണും. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് കാറിലൊന്നും ഇങ്ങനെ ഇരുന്ന് പോകാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര തലവേദന എടുക്കും. ഇത്ര നേരം എങ്ങനെ കാറിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കും, അപ്പോൾ ഭയങ്കര പ്രൈസ്. അപ്പം പറയും ഓക്കെ പോകണ്ട, ക്യാൻസൽ ചെയ്യും. അപ്പം ടൊറൻറ്റോയിലൊക്കെ ആണെങ്കിൽ നോർമൽ ഒരു ശനി ഞായറും വന്നാൽ തന്നെ ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് പോവുക. കാരണം പോകാൻ ഇഷ്ടംപോലെ സ്ഥലവും ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിൽ ഇത്രയും ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊരു വലിയ ട്രാപ്പ് തന്നെയാണ്. പക്ഷെ അങ്ങനെ പോകുന്നവരും ഉണ്ട്, ഇത്രയും മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നവരും ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഞങ്ങൾ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ആൽബർട്ട എത്തി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നാട്ടിലോട്ട് കൊണ്ടുപോകാൻ കോസ്കോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഷോപ്പ് ചെയ്യാൻ. അപ്പം നമ്മൾ ഒരു ദിവസത്തെ ഷിഫ്റ്റൊക്കെ കളഞ്ഞിട്ടായിരിക്കും എല്ലാവരും അങ്ങനെ ഇപ്പം നാട്ടിൽ പോകാൻ വേണ്ടി ഷോപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ പോകുന്നത്. കാരണം നമുക്കിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നാട്ടിലോട്ട് നമ്മൾ പോകുമ്പം അവർക്കറിയത്തില്ലല്ലോ നമ്മളൊരു പട്ടിക്കാട്ടിലാണ് താമസിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അത്യാവശ്യം ഷോപ്പ് ചെയ്ത് നാട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ തന്നെ ഒരു ദിവസത്തെ ഷിഫ്റ്റൊക്കെ കളഞ്ഞ് ട്രാവൽ ചെയ്ത് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയി സാധനമൊക്കെ മേടിച്ചിട്ട് ഇവിടെ വരണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വർഷങ്ങളായിട്ട് 10 വർഷമായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നത് ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആണ്, നമുക്ക് തട്ടിമുട്ടിയും പോവാം. ഇപ്പോൾ ഫ്രണ്ട്സും ഇല്ലാത്തവർക്ക് ഭയങ്കര പാടായിരിക്കും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പോണ്ടാരിയിലൊന്നും നമുക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്യത്തില്ല. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളീസും നമുക്ക് എവിടെ പോയാലും കുറേ കണക്ഷൻസ് അവിടെ കിട്ടും. പക്ഷേ ഇവിടെ തീരെ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 5-6 ഫ്രണ്ട്സ് മാത്രമേ നമുക്കിവിടെ കാണത്തുള്ളൂ. അല്ലാതെ പുതുതായിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ദോ നമുക്കിവിടെ എക്സ്പെൻസ് ഭയങ്കര കുറവാണെങ്കിലും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ ഒരു നല്ല ടൗണിലോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുമായിരിക്കും. എങ്കിൽ പോലും എന്താ നമുക്കൊരു നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൈസ നമുക്ക് ഉണ്ടാക്കാം. എങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ തോന്നാറുണ്ട്. അപ്പം ഞാനപ്പം ഈ സ്ഥലത്ത് താമസിക്കുന്നവരെ അങ്ങനെ കുറ്റം പറയുന്നതല്ല. പല മനുഷ്യനും പല കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ശാന്തമായിട്ടുള്ള ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫോർട്ട് സെൻറ് ജോൺ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് നല്ലപോലെ പൈസ സേവ് ചെയ്യാം. അതെനിക്കൊന്ന് അത്യാവശ്യം സിറ്റി ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് 1 മാസം പോലും നിൽക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ഒരു ഇത്. നമ്മളിത് പട്ടിക്കാടാന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും വേറൊരാളെ നമ്മളിങ്ങനെ പരിചയപ്പെടുന്നത്. അവർക്ക് അവിടെ ഒരു ഗ്രോസറി പോലും ഷോപ്പ് ചെയ്യാനുള്ള ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്ത് ഭേദമെന്ന് തോന്നും. അപ്പോൾ ഇതിലും ദാരിദ്ര്യം പിടിച്ച ടൗണുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഷോപ്പ് ചെയ്യാനൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്ത് 1 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ കാനഡയാണ് നമ്മൾ പറയുന്നെങ്കിലും പല പല സിറ്റുവേഷൻസ് ആണ് ഓരോ ടൗണിലും. നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ട, നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ പൈസ കൂട്ടി കൂട്ടി വെച്ച് ഇങ്ങനൊരു പട്ടിക്കാട്ടിൽ താമസിക്കുന്നതിൽ ഇങ്ങനൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കാനാണെങ്കിൽ എന്തിനാണ് കാനഡയിലോട്ട് വരുന്നത്? നാട്ടിൽ നിന്നാൽ പോരെ. എനിക്ക് തോന്നുന്നു
നാട്ടിൽ വരെ ഇതിനേക്കാളിലും നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാനും ഷോപ്പിങ്ങിനും ഒക്കെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ഥലത്തിന് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അപ്പം ഞാനിവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഈ സ്ഥലത്തിന് നെഗറ്റീവ്സ് ആണ്. കാരണം ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടമല്ല. ഈ സ്ഥലത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് PR കിട്ടിയത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ കാനഡ ലൈഫ് മൊത്തം ഈ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ കളയാനും താല്പര്യമില്ല. പിന്നെ ഇവിടെ ആകെ ഒരു കോളേജേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ തന്നെ ആ കോളേജിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ വിചാരിക്കുന്ന അവിടെ കാണത്തില്ല. അപ്പോൾ നമ്മൾ പുറത്ത് ഏതെങ്കിലും സിറ്റിയിൽ പോയി പഠിക്കേണ്ടി വരും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഞാൻ നോക്കുമ്പം എൻ്റെ ഒരു കരിയർ ആണെങ്കിലും എനിക്ക് ഇതുവരെ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും താഴോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്ന വേറൊരു സിറ്റിയിലോട്ട് വല്ലതും പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓപ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാണും. കുറച്ചുകൂടെ ഒരു ബെറ്റർ ലൈഫ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഒരു ചെറിയ ടൗണിൽ താമസിക്കുമ്പോൾ ഉള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം. അപ്പം എല്ലാവർക്കും ഇത് ഒരുപോലെ ആണോന്നില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.